സല്യൂട്ട് ഭാരത്. നമ്മളോടൊപ്പം ഉള്ളത് അന്താരാഷ്ട്ര നിരീക്ഷകനും ആയ പ്രൊഫസർ എസ് ബാലരാമ കൈമൾ സാറാണ്. സാർ സ്വാഗതം. സാർ, ഇപ്പോ നമ്മുടെ ഇറാൻ അമേരിക്ക യുദ്ധം സംബന്ധിച്ച് നിർണായക അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓപ്പറേഷൻ പ്രൊജക്ട് ഫ്രീഡം അത് താൽക്കാലികമായി നിർത്തുന്നു എന്നുള്ളതാണ് പ്രഖ്യാപനം വന്നിരിക്കുന്നത്. ഇത് യുദ്ധത്തിന്റെ പൂർണ്ണമായ അവസാനമായിട്ട് കരുതണോ, അതൊരു താൽക്കാലിക ഒരു പരിഹാര മാർഗമായിട്ട് മാത്രം വിലയിരുത്തേണ്ടതാണ്? ട്രംപ് എന്താണ് മനസ്സ് കരുതുന്നത് നമുക്ക് ഇപ്പോഴും പറയാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം, US-ഉം ഇസ്രായേലും ഒരു ഊരാക്കുടുക്കിൽ പെട്ട പോലെയാണ് ഇപ്പൊ ഈ യുദ്ധത്തിൽ. അപ്പോൾ ഒരു വശത്ത് രാഷ്ട്രീയമായിട്ട് അതിശക്തമായ എതിർപ്പ് ട്രംപിന് നേരെ വരുന്നുണ്ട്. അത് അമേരിക്കയിൽ ആകമാനമുണ്ട്. അമേരിക്ക നടത്തിയിരിക്കുന്ന സർവേകളുടെ റീസെന്റ് സർവേസിലൊക്കെ ട്രംപിനെതിരാണ് ജനങ്ങൾ ചിന്തിക്കുന്നത്. ഇസ്രായേലിലാണെങ്കിലും സമാനമായിട്ടൊരു സിറ്റുവേഷൻ ഉണ്ട്. രാഷ്ട്രീയമായിട്ട് വലിയ എതിർപ്പുണ്ട്. അതുപോലെ നെതന്യാഹുവിനെ തന്നെ അധികാരഭ്രഷ്ടനാക്കാൻ വേണ്ടിയിട്ട് അവിടെ പുതിയ രാഷ്ട്രീയ സഖ്യങ്ങൾ വരുന്നുണ്ട്. ട്രംപിനെ ഇപ്പോൾ പെട്ടെന്ന് ഇംപീച്ച് ചെയ്യില്ലായിരിക്കും, കാരണം അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ 3-4 വട്ടം നടത്തിയെങ്കിലും അത് പരാജയപ്പെടുകയുണ്ടായി. അതുകൊണ്ട് അവിടെ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ അമേരിക്കയിൽ മിഡ് ടൈം ഇലക്ഷൻസ് വരുന്നുണ്ട്. അതിൽ തിരിച്ചടി ഉണ്ടാവും, പ്രതികൂലാവസ്ഥയായിരിക്കും എന്നാണ് കരുതപ്പെടുന്നത്. വേറൊരു പ്രധാന പ്രശ്നം, ട്രംപ് പെട്ടെന്ന് ഞാൻ യുദ്ധം നിർത്തുക എന്ന് തന്നെ 5-6 ദിവസം മുമ്പ് പറഞ്ഞു. അതൊരു ട്രിക്കായിരുന്നു. അതിന് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, അമേരിക്കൻ പ്രസിഡന്റിന് സ്വന്തം നിലയ്ക്ക് യുദ്ധം പ്രഖ്യാപിക്കാമെങ്കിലും യഥാർത്ഥത്തിൽ അമേരിക്കയിലെ നിയമപ്രകാരം യുദ്ധം നടത്താൻ അല്ലെങ്കിൽ പ്രഖ്യാപിക്കാൻ അമേരിക്കൻ കോൺഗ്രസിന് മാത്രമേ അധികാരമുള്ളൂ. പണ്ട് വിയറ്റ്നാം യുദ്ധകാലത്തുണ്ടായ പ്രശ്നങ്ങൾ കാരണം, ജോൺ എഫ് കെന്നഡിയുടെ കാലത്ത്, അന്ന് അമേരിക്കൻ കോൺഗ്രസ് പ്രസിഡന്റിന്റെ മുകളിൽ ഒരു ചെറിയൊരു നിയന്ത്രണം വെച്ചു. കാരണം അമേരിക്കൻ കോൺഗ്രസ് പാസ്സായാലേ യുദ്ധം പറ്റുള്ളൂ. എങ്കിലും പ്രസിഡന്റിന് ഒരു താൽക്കാലിക അധികാരമുണ്ട്. സൈന്യത്തെ ഉപയോഗിച്ച് വിദേശത്ത് യുദ്ധം ചെയ്യാം 60 ദിവസത്തേക്ക്, 2 മാസം. അപ്പോൾ ഫെബ്രുവരി 28 തുടങ്ങിയ യുദ്ധം 2 മാസം കഴിയുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റായ ട്രംപിന് സ്വാഭാവികമായിട്ട് ആ യുദ്ധം കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ അമേരിക്കൻ കോൺഗ്രസിന്റെ അനുമതി വേണം. അമേരിക്കൻ കോൺഗ്രസിലെ അനുമതി കിട്ടാത്തൊരു സിറ്റുവേഷൻ വന്നിരിക്കുക. എന്ന് പറഞ്ഞാൽ സ്വന്തം പാർട്ടിയിലെ ആൾക്കാരെ തന്നെ എതിർവോട്ട് ചെയ്തേക്കും എന്നുള്ളത്. കാരണം യുദ്ധം നിർത്തിക്കാൻ അവർക്കൊരു അവസരമാണ്. ട്രംപ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ വോട്ടെടുപ്പിന് പോയില്ല. അതിന് പകരം ആദ്യം കുറച്ച് ദിവസം മുമ്പേ തന്നെ ഒരു വെടിനിർത്തൽ വന്നല്ലോ. എന്നിട്ട് ഹോർമൂസിൽ തടസ്സം ഉണ്ടാക്കുക ചെയ്തത് ഇറാനെ സമ്മർദ്ദപ്പെടുത്താൻ വേണ്ടിയിട്ട്. കാരണം ട്രംപിന്റെ ആവശ്യം ഒരു ഡീൽ സൈൻ ചെയ്യിക്കുക എന്നുള്ള ഇറാനെ കൊണ്ട്. ഇറാൻ എങ്ങനെ ഒരു ഡീൽ സൈൻ ചെയ്യാം? ഇറാൻ ഡീലിനൊക്കെ ഒരുക്കാണ്. പക്ഷെ ഇറാന് നഷ്ടം വന്ന ഡീലുകളിൽ ഇറാന് താല്പര്യമില്ല, അത്രേ ഉള്ളൂ. ഇറാന്റേതായിട്ടുള്ള ഡിമാൻഡുകൾ വെച്ചിട്ടുണ്ട്. അവർക്ക് അവരുടേതായിട്ടുള്ള കൃത്യമായിട്ട് ഇന്ന കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞത് അംഗീകരിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. നഷ്ടം സഹിച്ചുകൊണ്ട് ഒരു ഡീലിന് ഇറാൻ തയ്യാറല്ല. അപ്പൊ ഇതുകൊണ്ടാണ് പാകിസ്ഥാനിൽ നടന്ന ചർച്ചകൾ പരാജയപ്പെട്ടത്. അതിന് മുമ്പ് യുദ്ധത്തിന് മുമ്പ് നടന്ന ചർച്ചകളും പരാജയപ്പെടുന്ന വെച്ചാൽ ഇറാന്റേതായിട്ടുള്ള കൃത്യ ആവശ്യങ്ങളുണ്ട്, അവർ വിട്ടുകൊടുക്കാൻ തയ്യാറില്ല. അതുപോലെ അവരുടെ ന്യൂക്ലിയർ മെറ്റീരിയൽ, ഈ ന്യൂക്ലിയർ മെറ്റീരിയലിന്റെ യഥാർത്ഥ ഉടമ എന്ന് പറയുന്നത് റഷ്യയാണ്. ഇറാന്റെ ന്യൂക്ലിയർ മെറ്റീരിയലിന്റെ ഉടമ റഷ്യയാണ്. പാകിസ്ഥാന്റെ ന്യൂക്ലിയർ മെറ്റീരിയലിന്റെ ഉടമ അമേരിക്കയാണ്. ഉത്തര കൊറിയയുടെ ന്യൂക്ലിയർ മെറ്റീരിയലിന്റെ ഉടമ എന്ന് പറയുന്നത് ചൈനയാണ്. അതായത് ഇത് 3 പ്രോക്സി രാഷ്ട്രങ്ങളാണ്. അപ്പൊ പ്രോക്സി രാഷ്ട്രങ്ങൾക്ക് പുറകിൽ അവരുടെ ആരുടെ പ്രോക്സിയാണോ ആ രാജ്യങ്ങൾ ശക്തമായിട്ട് നിലയുറപ്പിച്ചിട്ടുണ്ടാവും. ആ ഹെൽപ്പാണ് ഇറാന് കിട്ടിയതായിട്ട് നമ്മൾ കാണുന്നത്. ചൈന ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷെ റഷ്യയാണ് യഥാർത്ഥ ഹെൽപ്പ്. റഷ്യയുടെ ഇന്റലിജൻസ് സംവിധാനം, റഷ്യയുടെ ആയുധ സപ്ലൈ എല്ലാം തന്നെയുണ്ട്. ഈ അടുത്തിടയ്ക്ക് കാസ്പിയൻ കടലിലുള്ള ഇറാന്റെ ഒരു തുറമുഖം ഇവരെ ആക്രമിച്ചിരുന്നു, ഇസ്രായേൽ. അത് ആക്രമിച്ചതിന് കാരണം എന്താ വെച്ചാൽ കാസ്പിയൻ കടൽ വഴി ഇറാനിലേക്ക് മെറ്റീരിയൽസ് വരുന്നുണ്ട് എന്നുള്ളതാണ്. റഷ്യക്ക് ഇത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വേറെ വഴിക്ക് വരുമൊന്നും വേണ്ട. അതായത് യൂറോപ്പിനെ ചുറ്റി വളഞ്ഞോ ഹോർമുസ് വഴിയോ ഒന്നും തന്നെ അങ്ങോട്ട് ഷിപ്പ് എത്തേണ്ട ആവശ്യമില്ല. റഷ്യ എന്ന് ഡയറക്റ്റ്ലി ഷിപ്പ് കാസ്പിയൻ കടൽ എന്ന് പറയുന്ന എല്ലാ വശവും ഇത് കരകളാൽ ചുറ്റപ്പെട്ട, അതായത് ഏഷ്യയ്ക്കും യൂറോപ്പിനും ഇടയ്ക്കായിട്ട് കിടക്കുന്ന വലിയൊരു തടാകം എന്ന് വേണം പറയാം. അതിനെ കാസ്പിയൻ കടൽ എന്നാണ് വിളിക്കുക. അതുവഴി എത്തിക്കാൻ പറ്റും. ആ ഒരു സംവിധാനം മുറയ്ക്ക് നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ചൈനയിൽ നിന്നാണെങ്കിൽ ട്രെയിൻ വഴിയായാലും അങ്ങോട്ട് സാധനങ്ങൾ വരുന്നുണ്ട്. അസർബൈജാൻ, ഉസ്ബെക്കിസ്ഥാൻ, കസാക്കിസ്ഥാൻ തുടങ്ങിയുള്ള രാജ്യങ്ങളൊക്കെ വഴി ട്രെയിൻ വഴി അവിടെ ആയുധങ്ങൾ എത്തുന്നുണ്ട്. തിരിച്ച് ഇറാന്റെ പെട്രോളിയം ചൈനയിലേക്ക് പോകുന്നതും റെയിൽവേ ഗതാഗതത്തിൽ കൂടിയാണ്. അവർക്ക് കരമാർഗം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അപ്പോൾ ഹോർമുസിന്റെ ഉപരോധം ഉണ്ടായെങ്കിൽ പോലും ഒരു പരിധി വരെ ഇറാൻ ഈ ഉപരോധം മറികടക്കുന്നുണ്ട്. അപ്പോൾ ഇറാൻ ആവശ്യമുള്ള ആയുധ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നും വന്നുകൊണ്ടിരിക്കും. ഇറാന് വിൽക്കേണ്ട എണ്ണ പല രാജ്യങ്ങൾക്കും അവര് കരമാർഗം വിറ്റുകൊണ്ടിരിക്കും. ഈ ഒരു അവസ്ഥ നിൽപ്പുണ്ട്. ഇപ്പം ഇന്ത്യക്കും പാകിസ്ഥാനും ഒരു നല്ല ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ത്യയിലേക്ക് ഓയിൽ കരമാർഗം വന്നേനെ. കാരണം നമ്മുടെ ഓയിൽ ടാങ്കറുകൾ കൊച്ചിയിൽ നിന്നൊരു ട്രക്ക് ഡൽഹിയോ ഓടുന്നത്രയും ദൂരം ഇല്ല കേട്ടോ. നമ്മുടെ രാജസ്ഥാൻ ഭാഗത്തേക്കോ ഡൽഹി ഭാഗത്തേക്കോ തെഹ്റാനിൽ നിന്ന് ട്രക്ക് ഓടിയെത്താനേ ദൂരം കുറവാണ്. അപ്പം അങ്ങനെ എത്തിക്കാൻ വേണമെങ്കിൽ അവർക്ക് അത്ര വരെ പറ്റും.
പക്ഷെ ഇടയ്ക്ക് കിടക്കുന്ന പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു ബഫർ സോൺ ഓഫ് എനിമിറ്റിയാണ് ആക്ച്വലി. അതുകൊണ്ട് അവിടെ നടക്കില്ല. അവരെ സംബന്ധിച്ച് ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരു ബന്ധം ഇല്ലാത്തതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ പാകിസ്ഥാൻ ത്രൂ നമുക്ക് എത്തിക്കാമായിരുന്നത് വേറൊരു കാര്യം. കടൽ മാർഗം തന്നെ വരേണ്ടി വരില്ല. അപ്പോ ഇറാന് മുകളിൽ അമേരിക്ക വലിയ ഉപരോധം ഏർപ്പെടുത്തിയ എന്നാ വെച്ചാൽ, ഹോർമുസ് അടച്ചതെന്ന് വെച്ചാൽ ഇറാനിലേക്കുള്ള ആയുധ സപ്ലൈ തടയുക, ഇറാന്റെ എണ്ണ സപ്ലൈ അവസാനിപ്പിക്കുക. ഉപരോധം മറ്റു രാജ്യങ്ങൾക്ക് മുകളിലേക്ക് കൊണ്ട് ഇറാന് മുകളിൽ മാത്രമായിട്ട് ചുരുക്കുക. അപ്പോൾ അങ്ങനെ വന്നപ്പോഴും ഇറാൻ ഷിപ്പുകളെ ആക്രമിക്കുന്നു എന്ന് വന്നപ്പോഴാണ് അമേരിക്ക ഓപ്പറേഷൻ എപ്പിക് ഫ്രീഡം പ്രഖ്യാപിച്ചത്. പക്ഷെ ഇറാൻ അതിന് കൊടുത്ത മറുപടിയാണ് കഴിഞ്ഞ ദിവസം UAE-യിലുണ്ടായ അറ്റാക്ക്. അതായത് വെടിനിർത്തൽ അവസാനിച്ചതിന് തുല്യമായിരുന്നു. അമേരിക്കയും ഇറാനും കൂടെ വെടിനിർത്തലൊക്കെ ഒപ്പിട്ട് വെച്ചേക്കുക. അത് ഇസ്രായേൽ അത് പങ്കാളിയാണ്. പക്ഷെ ഇസ്രായേൽ ആണെങ്കിൽ ലെബനനിൽ ഹിസ്ബുള്ളയുടെ ആക്രമണം നടത്തുന്നുണ്ട്. അത് നിർത്താൻ ഇറാൻ പലതവണ പറയുകയും ചെയ്തു. അപ്പൊ ഏകപക്ഷീയമായിട്ട് ഇറാന്റെ ഭാഗത്ത് തന്നെ, കാരണം ഇറാൻ പറയുന്നത് വെടിനിർത്തലുണ്ടെങ്കിൽ ഉപരോധം അവസാനിപ്പിക്കണം, ഹോർമുസ് ഉപരോധിച്ചുകൊണ്ട് ഇത് മുന്നോട്ട് പോകാൻ പറ്റില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇറാൻ ചൂണ്ടിക്കാണിച്ചു. അമേരിക്ക അത് കഴിഞ്ഞിട്ട് അതിലെ വരുന്ന ഷിപ്സിന് അമേരിക്കൻ നേവിയുടെ സംരക്ഷണം കൊടുക്കും എന്നും പറഞ്ഞുകൊണ്ടൊരു നീക്കത്തിലേക്ക് കടന്നപ്പോൾ, അതായത് ഹോർമുസിനകത്തൂടെ അമേരിക്കൻ നേവി നിർബാധം അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുകയും ചെയ്യും, ഇറാന്റെ സൈനികമായിട്ടുള്ള നീക്കങ്ങളെ തടയുകയും ചെയ്യും എന്നുള്ള ഒരു സൂചന വന്നപ്പം ശക്തിയായിട്ട് ഇറാൻ പ്രതികരിച്ചു. ഇറാൻ നേരെ തന്നെ അറ്റാക്ക് ചെയ്തു. അപ്പോൾ വീണ്ടും അമേരിക്കൻ സൈനിക താവളങ്ങൾ, അതുപോലെ തന്നെ UAE-യുടെ തന്നെ സ്ഥാപനങ്ങൾ, ഇതിന്റെ എല്ലാം നേരെ അറ്റാക്ക് നടക്കുകയാണ്. അതിന്റെ അർത്ഥം ഗൾഫിൽ എവിടെ ഇനി അറ്റാക്ക് നടക്കാം, ഇസ്രായേലിന് വേറെ വീണ്ടും അറ്റാക്ക് നടക്കാം. കാരണം സംഭവം വെടിനിർത്തൽ ലംഘനമാണല്ലോ. ഇവിടെയാണ് അമേരിക്ക പെട്ടുപോയത്. അമേരിക്ക ഇനിയും അവിടെ പ്രതികരിച്ചാൽ യുദ്ധത്തിലേക്ക് പോകും. മാത്രമല്ല 60 ദിവസത്തെ യുദ്ധം കഴിഞ്ഞാൽ അമേരിക്കൻ കോൺഗ്രസിന് അനുമതി വേണം. ഇനി അമേരിക്കൻ പട്ടാളത്തിന് അവിടുന്ന് ഒരു മിസൈൽ അയക്കണമെങ്കിൽ പോലും പ്രശ്നമാണ്. ഇതാണ് പ്രശ്നം. ഈ ഒരു വിഷയം വരുന്നതോടെ അമേരിക്ക അതിനകത്ത് സത്യത്തിൽ പ്രതിരോധത്തിലായി. കാരണം അമേരിക്കൻ കോൺഗ്രസിനകത്ത് വരാവുന്ന വിഷയങ്ങൾ അത് ലംഘിച്ചാൽ നാളെ ഇദ്ദേഹത്തിനെതിരെ ഇംപീച്ച്മെന്റ് നടപടികൾ വിജയിച്ചെന്ന് വരാം, കോടതികൾ എതിരായിട്ട് നടപടി എടുത്തെന്ന് വരാം. അങ്ങനെ പല പല സംഭവം ഉണ്ടായിന്ന് വരും. എത്രയായാലും അമേരിക്കയിലെ നിയമങ്ങളെ ലംഘിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് പറ്റൂല. ആ അവസ്ഥയിലാണ് സത്യം പറഞ്ഞാൽ ഓപ്പറേഷൻ എപ്പിക് ഫ്രീഡം പോലും ഒരു പരാജയത്തിലേക്ക് പോകുന്നത്. അതുകൊണ്ടൊരു സമാധാനം ഉണ്ടാകുന്നുള്ളതല്ല സംഭവിച്ചത്, പകരം അതൊരു പരാജയത്തിലേക്ക് പോവാണ്. ഈ ഒരു ഘട്ടത്തിൽ അമേരിക്കയ്ക്ക് ഹോർമുസ് ഉപരോധം അവസാനിപ്പിച്ചുകൊണ്ട് ഇറാനുമായിട്ട് കുറച്ചുകൂടി മികച്ചൊരു സന്ധി ചെയ്യാൻ പറ്റും. ചർച്ചയാണ് ആവശ്യമെങ്കിൽ ഈ ലോകത്തിന്റെ ഊർജ്ജപാതകളെ തടഞ്ഞുകൊണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം രണ്ടു കൂട്ടരും തടയാണ്. ഇറാന്റെ തീരത്ത് നിന്ന് പല രാജ്യങ്ങളിലേക്ക് എണ്ണ പോകാനുണ്ട്. അത് ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ ഇന്ത്യ അടക്കമുള്ള, ചൈന അടക്കമുള്ള അനേകം രാജ്യങ്ങളിലെ ഊർജ്ജ പ്രതിസന്ധിക്കാണ് അത് വഴിവെക്കുന്നത്. തിരിച്ച് ഇറാനിലേക്ക് ഒരു വസ്തു പോകും, നമ്മളാണെങ്കിൽ അങ്ങോട്ട് ഗോതമ്പ്, മരുന്ന് ഉൾപ്പെടെ ഒത്തിരി സാധനങ്ങൾ അയക്കുന്നുണ്ട്. ഇതൊന്നും ഒക്കെ തടയുമെന്ന് പറയുമ്പോൾ മാനുഷികമായിട്ടൊരു വിഷയമുണ്ട്. ഇത് രണ്ടും കൂടാതെ UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അവിടെയുണ്ട്. അവരുടെ ഒക്കെ പല പല മെറ്റീരിയൽസും നമുക്ക് വരാനുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് എന്താ? നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാകാൻ പോകുന്നൊരു വലിയ വിലക്കയറ്റം പലയിടത്തും ബാധിച്ചു തുടങ്ങി. നമുക്ക് പെട്രോളിന് നേരിട്ട് വില കൂട്ടിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഗ്യാസിന് കൂട്ടി, പാചകവാത പ്രതിസന്ധിയുണ്ട്, ഗ്യാസിന് കൂട്ടി. അപ്പൊ അങ്ങനെ ഓരോന്നും മുന്നോട്ട് നീങ്ങുമ്പോൾ നമ്മൾ അറിയാത്ത ചില വില കൂടുതലുണ്ട്, നമ്മളെ നേരിട്ട് ബാധിക്കാത്തതാണ്. ഇപ്പം നമ്മൾ ഈ വാട്ടർ ബോട്ടിലിംഗ് എന്ന് പറയും, അതിന് വേണ്ടിയിട്ടുള്ള ക്യാപ്പും ബോട്ടിലും മെറ്റീരിയലും ഒക്കെ വരുന്നതും പെട്രോളിയം പ്രോഡക്റ്റ് നല്ലതായിരിക്കാം. സോപ്പ് ഉണ്ടാക്കാനുള്ള, സോപ്പിന്റെ കട്ട ഉണ്ടാക്കുന്ന മെറ്റീരിയലും പെട്രോളിയം പ്രോഡക്റ്റ് ആണ്. അപ്പം ഇതിന് വില കൂടുന്നതോടെ എന്തൊക്കെ സാധനങ്ങൾക്ക് വില കൂടും? ചെറുകിട സോപ്പ് കമ്പനികൾ പലതും അടച്ചുപൂട്ടി എന്നാണ് കേൾക്കുന്നത്. ഇത് നമ്മളായിട്ടുണ്ടാക്കിയൊരു കുഴപ്പമല്ല, ഇത് അമേരിക്ക ഉണ്ടാക്കിയ കുഴപ്പമാണ്. അപ്പൊ അവിടെ മെറ്റീരിയൽസ് കിട്ടാനില്ല. കാരണം ഊർജ്ജ പ്രതിസന്ധി ഉള്ളതുകൊണ്ട് പല പല ഇത് മെറ്റീരിയൽസും പെട്ടെന്ന് ലഭ്യമാക്കാൻ ഗവൺമെന്റ് പറ്റില്ല. മാത്രമല്ല റിഫൈനറികൾ ഏറ്റവും കൂടുതൽ പെട്രോൾ, ഡീസൽ തുടങ്ങിയിട്ടുള്ളത്, പാചകവാതകം, ഇതിന്റെയൊക്കെ പ്രൊഡക്ഷനിലേക്ക് മാത്രം ശ്രദ്ധിക്കേണ്ടി വരും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ മുന്നിൽ നിൽക്കുന്നതുകൊണ്ട് ഇത് ഇന്ത്യ മാത്രമല്ല, ലോകം മുഴുവൻ പ്രശ്നമുണ്ട്. ഇന്ത്യ എങ്ങനെയെങ്കിലും പെട്രോളിന് വില കൂട്ടാതിരിക്കാൻ നോക്കുകയാണ്. ലോകം മുഴുവൻ വില കൂടി കഴിഞ്ഞു. അമേരിക്കയിലും വില കൂടി കഴിഞ്ഞു. ഒരു 15-20% വില കൂടുതലായിട്ടും അമേരിക്കയിലും ഉണ്ടായിട്ടുണ്ട്. ട്രംപിന്റെ മണ്ടത്തരം കൊണ്ടുണ്ടായതാണ്. മുമ്പ് താരിഫ് യുദ്ധം കാരണമായിരുന്നു അതുണ്ടായത്. താരിഫ് യുദ്ധത്തിൽ താരിഫ് അടിച്ചു എന്നുള്ളതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഉയർന്ന താരിഫിന്റെ പേയ്മെന്റ് കൊടുക്കുന്ന ആരാ? അത് അമേരിക്കൻ പൗരനാണ്. അല്ലാതെ ഒരു രാജ്യത്തിന് താരിഫ് അടിച്ചാൽ ആ രാജ്യം അമേരിക്കയിൽ പോയി താരിഫ് ചെയ്തിട്ട് സ്വന്തം ഉൽപ്പന്നങ്ങളോട് ഇറക്കും എന്നല്ല അർത്ഥം. പക്ഷെ ആ രാജ്യത്തിന് താരിഫ് അടിച്ചതിന്റെ പ്രതിഫലനം എങ്ങനെയുണ്ടായത്? അമേരിക്കൻ സുപ്രീം കോടതി അതിനെതിരായിട്ട് ഒരു മൂവ്മെന്റ് നടത്തി. കേസ് കോടതിയിൽ US അമേരിക്കൻ പ്രസിഡന്റ് പരാജയപ്പെട്ടു. അവസാനം വിധി വന്നേക്കണം എന്താ? ആ രാജ്യങ്ങൾക്കെല്ലാം നഷ്ടപരിഹാരം കൊടുക്കണം. അത് അമേരിക്കൻ പൗരന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത പൈസ അതാത് രാജ്യങ്ങൾക്ക് വീതിച്ചു കൊടുക്കാൻ പറഞ്ഞേക്കാം. ഇത്രയ്ക്ക് മോശമായ അവസ്ഥയിലായി അമേരിക്ക. ഇതിന് പുറമെയാണ് ഈ താരിഫ് വാറിന്റെ തൊട്ട് പുറകെയാണ് ഈ വാർ വന്നത്.
അവർ 100 മണിക്കൂർ കൊണ്ട് അവസാനിപ്പിക്കും എന്നുള്ളതായിരുന്നു അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും തോന്നൽ, അഥവാ അവരുടെ കണക്കൂട്ടൽ. ആ കണക്കൂട്ടൽ പഴച്ചു. എല്ലാ അർത്ഥത്തിലും അവരുടെ എല്ലാ കണക്കൂട്ടലും പഴച്ചു. എന്തുകൊണ്ട് പഴച്ചു എന്നൊരു ചോദ്യമുണ്ട്. അതിന് കാരണം എന്താ വെച്ചാൽ CIA മൊസാദും പരാജയമാണെന്നാണ് ഇതിന്റെ അർത്ഥം. ഇറാന്റെ ആയുധശേഷി എന്തെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ എത്രയോ വർഷങ്ങളായിട്ട് ഇറാനകത്ത് ചാരപ്രവർത്തനം നടത്തുന്ന അവകാശപ്പെടുന്ന മൊസാദിനോ CIAക്കോ പറ്റിയിട്ടില്ല. അവരുടെ കുറച്ച് നേതാക്കന്മാരെ ട്രാക്ക് ചെയ്യാനും കൊല്ലാനും പറ്റിയതല്ലാതെ ഇറാന്റെ ആയുധശേഷി എന്ത്, ഇറാനിലെ ജനങ്ങൾക്ക് ഇറാനിലെ യഥാർത്ഥ മനോഭാവം എന്ത്, ഇറാനിൽ റെജീം ചെയ്യുന്നതിന് ജനങ്ങൾ അനുകൂലമാണോ അല്ലയോ, ഇറാന്റെ പട്ടാളത്തിന്റെ യഥാർത്ഥ ഘടന എന്ത് തുടങ്ങിയ ഒന്നും തന്നെ പഠിക്കാനും വിലയിരുത്തി റിപ്പോർട്ട് കൊടുക്കാനും അവർക്ക് പറ്റിയിട്ടില്ല. അതുകൂടാതെ ഇറാന്റെ മിസൈൽ ശേഷി പോലും കൃത്യമായിട്ട് വിലയിരുത്താൻ പറ്റിയിട്ടില്ല. മാത്രമല്ല അമേരിക്കയുടെയും ഇസ്രായേലിന്റെ കയ്യിലുണ്ടായിരുന്ന ഇറാന്റെ വ്യോമശേഷിയെ പറ്റിയുള്ള റിപ്പോർട്ട് എന്ന് പറയുന്നത് അവർക്ക് F-5 വിമാനങ്ങൾ, പണ്ട് ഷാ ഭരണകാലത്ത് അമേരിക്ക തന്നെ കൊടുത്ത F-5 വിമാനങ്ങൾ മാത്രമേ ഉള്ളൂ, കാര്യമായ വിമാനശേഷി ഒന്നുമില്ല, അത് തന്നെ തകർക്കപ്പെട്ടു എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇക്കഴിഞ്ഞ യുദ്ധകാലത്ത് കുവൈറ്റിലൊക്കെ ഇറാന്റെ വിമാനങ്ങൾ അറ്റാക്ക് നടത്തി. അത് F-5 ആണെന്ന് ആദ്യം റിപ്പോർട്ട് വന്നിരുന്നെങ്കിലും ഇറാൻ സ്വന്തമായിട്ട് വികസിപ്പിച്ച കൗസർ വിമാനങ്ങളും ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ സ്വന്തമായിട്ട് ഇറാൻ യുദ്ധവിമാനങ്ങൾ വികസിപ്പിക്കുകയും അത് ഇറാന്റെ ആകാശത്ത് പറന്നു കിടക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു പോലും മൊസാദിന് മനസ്സിലായിട്ടില്ല, CIAക്ക് മനസ്സിലായിട്ടില്ല. ഇത്രയും വലിയ മിസ്റ്റേക്സ് ആണ്. അതായത് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയെ വിളിക്കേണ്ടത് ഓപ്പറേഷൻ എപ്പിക് മിസ്റ്റേക്ക് എന്നാണ്. ഒരു എപ്പിക് മിസ്റ്റേക്കിൽ നിന്ന് അടുത്ത എപ്പിക് മിസ്റ്റേക്കിലേക്ക് പോകാനുള്ള നീക്കമായിരുന്നു എപ്പിക് ഫ്രീഡം എന്ന് പറയുന്നത്. അവിടെ പോലും ഇറാൻ ശക്തിയായിട്ട് പ്രതികരിച്ചതോടെ അമേരിക്ക അടുത്ത പരാജയത്തിന്റെ വക്കിലാണ്. അമേരിക്ക പരാജയപ്പെട്ടിട്ടായാലും വിജയിച്ചിട്ടായാലും ആ ഹോർമോസ് ഒന്ന് തുറന്നു കിട്ടുന്നത് വളരെ അത്യാവശ്യമാണ്. ഈ ലോകത്തിന്റെ ഊർജ്ജ പ്രതിസന്ധി അവസാനിക്കണം, നമ്മുടെ നാട്ടിൽ പ്രതിസന്ധിയുണ്ട്, അത് അവസാനിക്കണം. നമ്മുടെ നാട്ടിൽ എത്രയോ ഹോട്ടൽസ് അടഞ്ഞു കിടക്കുകയാണ്. ഊർജ്ജ പ്രതിസന്ധി ഒക്കെ കാരണം ഒരു ഹർത്താലും കൂടെ നടക്കുന്ന ദിവസമുണ്ട്. എല്ലാ അർത്ഥത്തിലും നമ്മൾ കുറേയധികം പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുകയാണ്. ഇതിനൊക്കെ ഒരു മാറ്റം വരണമെന്നാണെങ്കിൽ ഈ അമേരിക്കയും ഇസ്രായേലും കൂടെ ഉണ്ടാക്കിയ ഈ അനാവശ്യമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിച്ചത്. ജയിക്കുന്ന ഏത് പക്ഷം ജയിച്ചാലും ആ യുദ്ധം അവസാനിക്കണം. നീതിയുടെ പക്ഷം ജയിക്കണമെന്നാണെങ്കിൽ അമേരിക്ക ഇസ്രായേലും തോക്കുകയാണ് വേണ്ടത്. ഇതാണ് ശരിക്കും സംഭവിക്കേണ്ടത്. എന്തായാലും ഹോർമോസ് തുറക്കാനുള്ള ഒരു വഴി തെളിയുന്നുവെങ്കിൽ അതിനെ 1000% സ്വാഗതം ചെയ്യണം. വഴി തെളിയട്ടെ, ഹോർമോസ് തുറക്കട്ടെ. കാരണം നമ്മള് യുദ്ധങ്ങളെ കുറിച്ച് പറയുമ്പോൾ ആർക്കും അതിൽ ശാശ്വതമായ ജയമില്ല, എല്ലാവരും പരാജിതരാണ് എന്നാണ് നമ്മൾ പൊതുവെ കേട്ടിട്ടുള്ളത്. പക്ഷെ ഈ കാര്യത്തിൽ ഒരു മോറൽ വിക്ടറി സാർ ആർക്ക് കൊടുക്കും? അമേരിക്കയ്ക്കാണോ അതോ ഇറാനാണോ അവകാശപ്പെട്ടത്? ഞാനിപ്പം ഇതുവരെയുള്ള സംഭവവികാസങ്ങളിൽ ഇറാന് തന്നെയാണ് ഒരു ധാർമ്മിക വിജയത്തിന്റെ അവകാശം കൊടുക്കുകയുള്ളൂ. അതിന് പല പല കാരണങ്ങളുണ്ട്. ഒരു യുദ്ധത്തെ സംബന്ധിച്ച് എന്താവണം, ഒരു രാജ്യം വേറെ ആക്രമിക്കുന്നു, ആക്രമിക്കുന്ന രാജ്യം അതിന്റെ ലക്ഷ്യങ്ങൾ നേടി വേണം പിന്തിരിയാനായിട്ട്. പകരം സംഭവിച്ചത് എന്താണ്? ആക്രമിച്ച രാജ്യം ആക്രമിക്കപ്പെട്ട രാജ്യത്തോട് വെടിനിർത്തൽ ആവശ്യപ്പെടുകയാണ്. ഞാൻ വേറൊരാളെ തല്ലുന്നു, തല്ലി കഴിഞ്ഞ് അവന്റെ തിരിച്ച് ഇടി വാങ്ങിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ ഇടിക്കുന്നത് നിർത്തൂ എന്ന് ഞാൻ പറയുകയാണെങ്കിൽ വിജയിക്കുന്ന ആര് എന്നൊരു ചോദ്യമുണ്ട്. ഇറാനെ പോയി അമേരിക്ക ഇസ്രായേലും കൂടെ അങ്ങോട്ടാണ് ആക്രമിച്ചത്. ഇറാൻ ഒരിക്കലും ഈ രാജ്യങ്ങളെ ആക്രമിക്കാൻ വന്നില്ല. അവസാനം ഇറാൻ തിരിച്ചടിക്കുമ്പോൾ ഓർക്കണം, ഇറാൻ തിരിച്ച് അത് പ്രതിരോധിക്കുകയും തിരിച്ചടിക്കുകയാണ് ചെയ്തത്. അന്നേരം പറയാണ് ഞങ്ങൾക്ക് വെടിനിർത്തൽ വേണം. ഈ വെടിനിർത്തൽ എന്ന് പറയണതിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അമേരിക്കയും ഇസ്രായേലും യുദ്ധം നിർത്തിയാൽ പോരെ. അവർ യുദ്ധം നിർത്തണമെങ്കിൽ ഇറാൻ അതിനെ ടേംസ് ആൻഡ് കണ്ടീഷൻ അംഗീകരിക്കണം എന്നാണ് അന്നേരം പറയുന്നത്. ഞങ്ങൾക്ക് യുദ്ധം നിർത്തവും വേണം, വെടിനിർത്തലും വേണം, പക്ഷെ അതിന് ടേംസ് ആൻഡ് കണ്ടീഷൻ അംഗീകരിക്കുകയും വേണം. അപ്പം ഇറാൻ അത് തയ്യാറില്ല. യുദ്ധം തുടങ്ങി വെച്ചത് നിങ്ങളാണ്, നിർത്തേണ്ടത് നിങ്ങളാണ് എന്ന് പറയുന്നു. പക്ഷെ അവിടെയും ഒരു പ്രശ്നമുണ്ട്. ഇറാൻ ഒരു കാര്യമോട് ആദ്യം തന്നെ പറഞ്ഞിരുന്നു, ഈ യുദ്ധം തുടങ്ങി വെച്ചത് നിങ്ങളായിരിക്കും, പക്ഷേ ഇതെങ്ങനെ നിർത്തണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും എന്ന് പറഞ്ഞു. ഇത് അമേരിക്ക ഇസ്രായേലിനെ വല്ലാണ്ട് ഭയപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഇറാൻ യുദ്ധം നോർമലി നിർത്താൻ തയ്യാറില്ല. അമേരിക്ക പിന്നെ വളരെ ദൂരെയാണ് കിടക്കുന്നത്. അറ്റ്ലാന്റിക് സമുദ്രത്തിന് അപ്പുറത്ത് പോയിട്ട് ഇറാൻ മിസൈൽ വെച്ച് അടിക്കുകയോ ആക്രമിക്കുകയോ ചെയ്യില്ല എന്ന് നമുക്ക് ചിന്തിക്കാം. പക്ഷെ ഇസ്രായേലിന്റെ കാര്യം അങ്ങനെയല്ല. ഇസ്രായേൽ നല്ല രീതിയിൽ ആക്രമണം നേരിട്ടു. ഇറാന്റെ ഇത് നന്നായിട്ട് അടിമേടിച്ചു. തിരിച്ചടിയാണ് വാങ്ങിച്ചത്. ഇസ്രായേലിന്റെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും ഇറാന്റെ മിസൈലുകൾ വന്ന് വീണു, ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായി. അത് അവിടെ അടുത്ത് കിടക്കുന്ന ഹിസ്ബുള്ള ഉണ്ട് ലെബനിൽ നിന്ന്, അവരാക്രമിച്ചിട്ടുണ്ട്. പല രാജ്യങ്ങളുടെ മുകളിൽ കൂടി ഇറാന്റെ മിസൈലുകൾ അവിടെ വന്ന് വീണിട്ടുണ്ട്. ഇറാൻ വ്യോമാക്രമണങ്ങൾ പോലും ഗൾഫ് മേഖല പലയിടത്തും അമേരിക്കൻ താവളങ്ങളിൽ നടത്തിയിട്ടുണ്ട്. ഇസ്രായേലിന്റെയും അമേരിക്കയുടെ ഒക്കെ റഡാർ സ്റ്റേഷൻസ് മുഴുവൻ കളഞ്ഞു. അതൊക്കെ തിരിച്ചുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വർഷങ്ങളെടുക്കും. അത്രയും വിലയേറിയ റഡാർ സംവിധാനമൊക്കെ തിരിച്ചുണ്ടാക്കാനായിട്ട്. അപ്പം ഇറാന്റെ ഒരു മിസൈലോ ഒരു വിമാനോ എവിടുന്നേലും വരണമെന്നോ എന്ന് അറിയാൻ പോലും വയ്യാത്ത വിധത്തിൽ അവരുടെ റഡാർ സംവിധാനങ്ങൾ തകരാറിലായി പോയി. ചുരുക്കി പറഞ്ഞാൽ യുദ്ധത്തിൽ അമേരിക്ക എന്ന മഹാശക്തിക്ക് ഇസ്രായേലും അതുപോലെ തന്നെ ഊതിപ്പെരിപ്പിക്കപ്പെട്ട ഒരു ശക്തി മാത്രമാണെന്ന് തെളിയിക്കുന്ന സംഭവവികാസങ്ങളാണ് ലോകത്ത് അരങ്ങേറുന്നത്. ലോകത്തിന് എന്തൊക്കെ ബോധ്യപ്പെട്ടു എന്ന് ചോദിച്ചാൽ അമേരിക്കയുടെ ഇന്റലിജൻസ് പരാജയം, ഇസ്രായേലിന്റെ ഇന്റലിജൻസ് പരാജയം, അവരുടെ സൈനിക പരാജയം, അവരുടെ സൈനിക തന്ത്രങ്ങളുടെ പരാജയം, കാൽക്കുലേഷൻസിന്റെ പരാജയം, രാഷ്ട്രീയ പരാജയം,
ഇതെല്ലാം ലോകത്തിൽ നിന്ന് തുറന്നു കാട്ടപ്പെട്ടു. ഇറാന്റെ ഭാഗത്താണെങ്കിലോ ഇറാൻ എന്ത് ശക്തിയുണ്ട് എന്ന് ലോകത്തിന് മനസ്സിലായി. അവർക്കൊക്കെ എന്തൊക്കെ മിസൈലുണ്ട്, അവർക്ക് എങ്ങനെ പിടിച്ചു നീക്കാൻ പറ്റും. പരമോന്നത നേതാവും ഒപ്പമുള്ള ഭരണസമൂഹവും ഇല്ലാണ്ടായി പോയാലും ഒരു രാജ്യം അതിന്റെ ദൗത്യം തുടരും. ആ രാജ്യം രാജ്യമായിട്ട് നിലനിൽക്കും. അവരുടെ ഭരണ സംവിധാനം മാറില്ല. അവരുടെ ജനങ്ങൾ അവരുടെ ഒപ്പം ഉണ്ട്. ഇതെല്ലാം തെളിഞ്ഞു. ഇറാനിയൻ ജനത ഒരു ഭരണമാറ്റത്തിന് വേണ്ടിയിട്ടല്ല നിൽക്കുന്നത്. പ്രതിസന്ധി ഘട്ടത്തിൽ പുറമേ നിന്നൊരു ശത്രു ആക്രമിക്കുമ്പോൾ അവിടുത്തെ ജനത ഒരുമിച്ച് നിൽക്കും എന്നുള്ളത്. രാഷ്ട്രീയമായിട്ട് ജനങ്ങൾ ഭിന്നത ഉണ്ടാവും. പക്ഷേ അതേ പുറമേ നിന്ന് ഒരാൾ വന്ന് ആക്രമിക്കുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കും എന്നൊരു സന്ദേശം അത് ലോകം മുഴുവൻ കണ്ടു. ഇത് ലോകത്ത് ഏത് രാജ്യവും കണ്ടുപിടിക്കേണ്ടതാ. മുമ്പ് വെറുതെ ഒരു കലാപം ഉണ്ടായിട്ട്, അതായത് ഓർക്കൂ, നേപ്പാളിൽ ജനകീയ കലാപം ഉണ്ടാവണം, ഇല്ല വിദ്യാർത്ഥി കലാപം ഉണ്ടാവണം, ഭരണകൂടം മാറും. ശ്രീലങ്കയിൽ ഇത് തന്നെ സംഭവിക്കുന്നു, ബംഗ്ലാദേശിൽ ഇത് തന്നെ സംഭവിക്കുന്നു. ഇതിന്റെയൊക്കെ പുറകിൽ അമേരിക്കയാണ്. അപ്പൊ അമേരിക്ക ഈ പാറ്റേൺ പ്രയോഗിക്കാനാണ് നോക്കിയത് ഇറാനിൽ. പരമോന്നത നേതാവും നേതൃത്വവും കൊല്ലപ്പെടട്ടെ, അതോടെ ജനകീയ കലാപം ഉണ്ടാവും, അതോടുകൂടി ഭരണമാറ്റം ഉണ്ടാവും, ഞങ്ങൾ പറഞ്ഞ പാവ സർക്കാർ അധികാരത്തിൽ വരുന്നത്. സത്യത്തിൽ ഒരു രാജ്യത്ത് ഒരു ചെറിയൊരു വിഷയം, ഒരു വിദ്യാർത്ഥി കലാപമോ കർഷക കലാപമോ ഉണ്ടായിട്ട് അവിടുത്തെ സർക്കാരിന് മാറേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ അത് എന്തൊരു നാണക്കേടാണ്. ഈ നാണക്കേട് നമ്മുടെ അടുത്തുള്ള 3 രാജ്യങ്ങൾ അനുഭവിച്ചു: നേപ്പാളും ബംഗ്ലാദേശും ശ്രീലങ്കയും. ഇന്ത്യയിലും അങ്ങനെ ചില സാധ്യതകൾ ഉണ്ടായിരുന്ന ചില റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് സർ. ഇന്ത്യയിൽ അതിനുവേണ്ടി ശ്രമിച്ചു. ഇന്ത്യയിൽ പല കലാപങ്ങൾ ഉണ്ടാക്കാനും പലരും ശ്രമിച്ചു. ജൻസി കലാപം ഉണ്ടാക്കാൻ നോക്കി, കർഷക കലാപം ഉണ്ടാക്കാൻ നോക്കി. കർഷക കലാപമല്ല, വ്യാജ കർഷക കലാപമായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ നോക്കി. പക്ഷെ അതൊക്കെ ഇവിടെ പരാജയപ്പെട്ടു. കാരണം എന്താ? ഇവരുടെ ജനങ്ങൾക്ക് ഒരു ഇച്ഛാശക്തിയുണ്ട്, ജനങ്ങൾക്ക് ഐക്യമുണ്ട്, ഒരുമിച്ച് നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇവിടെ സത്യം പറഞ്ഞാൽ അസാധാരണമായ ഐക്യമുള്ള ഒരു വൈവിധ്യമാണ് ഭാരതത്തിലുണ്ട്. ഇറാൻ അത്രയും അസാധാരണമായ വൈവിധ്യങ്ങൾ ഉണ്ടാവില്ല, പക്ഷെ അവിടെ ഐക്യമുണ്ട്. ജനങ്ങൾ ഐക്യത്തോടു കൂടി തന്നെ അവിടെ നിലനിന്നു. ഇത് ലോകത്തിന് ബോധ്യപ്പെട്ടു. ഇറാനെ പറ്റി അറിയാത്ത പല കാര്യങ്ങളും ലോകം അറിഞ്ഞു. അവരുടെ പ്രതിരോധ ശേഷി എന്തെന്ന് മനസ്സിലായി. അവരുടെ ആയുധശേഷി പൂർണ്ണമായിട്ടും മനസ്സിലായിട്ടില്ലെങ്കിലും അവർക്ക് പല ശേഷിയുണ്ടെന്നും, അതുകൊണ്ട് അമേരിക്ക പോലെ ഇസ്രായേൽ പോലെ പേരുകേട്ട 2 രാജ്യങ്ങൾക്ക് ഒറ്റയടിക്ക് ആക്രമിച്ച് കീഴടക്കാൻ പറ്റാത്ത ഒരു രാജ്യമാണ് എന്ന് മനസ്സിലായി. അവിടുത്തെ ഭൂമേഖലകൾ കീഴടക്കാൻ പറ്റുന്നതല്ല എന്ന് മനസ്സിലായി. 20,000 ബോംബുകൾ അങ്ങാണ്ട് ഇതുവരെ ഇറാന്റെ മണ്ണിൽ അമേരിക്ക വർഷിച്ചിട്ടുണ്ട്. എന്നിട്ടും ഇറാന്റെ മണ്ണിലേക്ക് 1 ഇഞ്ച് കാലെടുത്ത് വയ്ക്കാൻ അമേരിക്കയ്ക്ക് പറ്റിയിട്ടില്ല, ഇസ്രായേലിന് പറ്റിയിട്ടില്ല. ഇറാന്റെ ചുറ്റിലുള്ള രാഷ്ട്രങ്ങളിൽ കൂടി, മറ്റേ അമേരിക്ക സാധാരണഗതിയിൽ പണ്ട് ഇറാഖിനെ ആക്രമിച്ചു. എങ്ങനെയാണ്? ഗൾഫ് രാജ്യങ്ങളിൽ അവരുടെ താവളങ്ങൾ, അതിൽ നിന്ന് അമേരിക്കൻ പട്ടാളം ടാങ്കുകൾ വഴിയും കാൽനടയായിട്ടും ഒക്കെ വേണേൽ കടക്കാം. ഇതായിരുന്നു. ഇങ്ങനെ കടക്കാൻ ഇറാനിലേക്ക് പോകാൻ പറ്റുന്നില്ല. ടർക്കി നാറ്റോ അംഗരാജ്യമാണ്, ടർക്കി സമ്മതിക്കുന്നില്ല, അങ്ങോട്ട് പോകാൻ പറ്റില്ല. തൊട്ടടുത്ത് കിടക്കുന്ന വേറെ രാജ്യങ്ങളുണ്ട്, അതായത് കസാഖിസ്ഥാനോ അസർബൈജാനോ പോലുള്ള രാജ്യങ്ങളൊക്കെ അടുത്ത് കിടപ്പുണ്ട്. തുർക്ക്മെനിസ്ഥാൻ തൊട്ടടുത്ത് തന്നെയാണ്, അവിടുന്ന് പറ്റില്ല. പാകിസ്ഥാൻ അമേരിക്കയുടെ സ്വന്തം അടിമയാണ്, US ലാപ്ഡോഗ് എന്ന് പറയാം. അവിടുന്ന് പോലും സൈനികർക്ക് നടത്താൻ പറ്റുന്നില്ല. അതെല്ലാം പ്രശ്നം ഉണ്ടാവും. ആ രാജ്യങ്ങൾക്ക് രാഷ്ട്രീയമായിട്ട് ഒരിക്കലും അതിനെ അംഗീകരിക്കാൻ പറ്റില്ല. ഇത്തരം ഒരു അവസ്ഥയാണ് അവിടെ ഉള്ളത്. അതായത് ഒരു കരസേനാ നീക്കത്തിനുള്ള സാധ്യത അവസാനിക്കുന്നു. ഈ പരമോന്നത നേതാവിനെ ആദ്യമേ വധിച്ചു, ഇനി ആരെ കൊല്ലാനാ? ഇതാണ് ഒരു ചോദ്യം. അതായത് ഒരു പരമോന്നത നേതാവിനെ ആക്രമിക്കുമ്പോൾ അതെങ്ങനെയാണ്? അത് ഏറ്റവും അവസാനം മാത്രം സംഭവിക്കേണ്ടത്. ഒരു യുദ്ധത്തിന്റെ ഏറ്റവും അവസാനം മാത്രമാണ് പരമോന്നത നേതാവ് പിടിക്കപ്പെടുകയോ അല്ലെങ്കിൽ ആക്രമിക്കപ്പെടുകയാണ്. അങ്ങനെ ഉണ്ടായി അവിടെ കൊണ്ട് ആ യുദ്ധം അവസാനിക്കണം. കാരണം നിങ്ങളൊരു ഉപന്യാസം എഴുതുമ്പോൾ അവിടെ എഴുതപ്പെടുന്ന അവസാനത്തെ ചാപ്റ്റർ ആയിരിക്കണം ആ സംഭവം. അവസാനത്തെ ചാപ്റ്റർ ആദ്യം എഴുതി, ഉപന്യാസം എഴുതാൻ മുഴുവൻ ബാക്കി കിടക്കുക. ഇറാൻ ഉപന്യാസം എഴുതാൻ പേന പോലും കയ്യിലെടുത്തിട്ടായിരുന്നില്ല, അവരെഴുതി തുടങ്ങി. അതോടുകൂടി അമേരിക്ക പെട്ടു. കാരണം ഇതിലും വലുതൊന്നും അമേരിക്ക ചെയ്യാനില്ലല്ലോ. അപ്പൊ യുദ്ധത്തിന്റെ അവസാന സ്റ്റെപ്പ് ആദ്യം എടുക്കേണ്ട സ്റ്റെപ്പ് പിന്നെ എടുത്തിട്ട് കാര്യമില്ല. അത് തന്നെ ഒരു പരാജയമാണ്. അത് സൈനികതന്ത്രത്തിന്റെ ഒരു പരാജയമാണ്, രാഷ്ട്രതന്ത്രത്തിന്റെ പരാജയമാണ്, ചാരപ്രവർത്തനങ്ങളുടെ പരാജയമാണ്. എല്ലാ അർത്ഥത്തിലും അവിടെ അമേരിക്ക പരാജയപ്പെടുകയും ചെയ്തു. അവസാനം അമേരിക്കയുടെ കയ്യിലുള്ള യുദ്ധ ഉപകരണങ്ങളുടെ ശേഷി എത്ര? ആ ശേഷി ഒരു മിനിമലാണെന്ന് മനസ്സിലായി. അതിന്റെ സ്റ്റോക്ക് എത്രയാണ്? ആ സ്റ്റോക്ക് കാര്യമായിട്ടില്ല എന്ന് മനസ്സിലായി. അമേരിക്കയുടെ മിസൈൽ ശേഖരത്തിന്റെ പകുതിയോളം തീർന്നു പോയി എന്നാണ് പറയുന്നത്. ഈ മിസൈൽ ശേഖരം ഇനി ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ, ഇതുവരെ തിരിച്ചുണ്ടാക്കിയെടുക്കണമെങ്കിൽ മിനിമം 10 കൊല്ലം വേണം. അതാണ് അതിന്റെ പ്രശ്നം. അതായത് 2 മാസത്തോടെ ഇതേപോലെ അമേരിക്ക യുദ്ധം ചെയ്തിരുന്നെങ്കിൽ അമേരിക്കയുടെ മുഴുവൻ മിസൈൽസും തീർന്നു പോകും. പിന്നെ അടിക്കാൻ മിസൈലില്ല. ലോകത്തെ ആയുധ കമ്പനികൾ മുഴുവൻ അമേരിക്കയും ഇസ്രായേലും വേണ്ടിയിട്ട് അവരുടെ പ്രൊഡക്ഷൻസ് മാക്സിമം സ്പീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചുകൊണ്ട് ഈ തകർന്നു പോയത് തിരിച്ച് റെഡിയാക്കാൻ പറ്റുമോ എന്നറിയില്ല. അവർ പറയുന്നുണ്ട് എത്രയോ ടണ്ണിന്റെ സ്ഫോടകവസ്തു ശേഖരം ഇപ്പം ഇസ്രായേലിൽ എത്തിച്ചിട്ടുണ്ടെന്ന് പറയാം. പക്ഷേ അതൊക്കെ പ്രയോഗിക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യമുണ്ട്. പ്രധാനമായിട്ടും ഇസ്രായേലിന്റെ തന്നെ പല വിമാനത്താവളങ്ങൾ തകർക്കപ്പെട്ട് കഴിഞ്ഞു. അവരുടെ വിമാനങ്ങൾക്ക് പൊങ്ങാൻ പറ്റിയില്ല, എങ്ങനെയാണ് കൊണ്ടുപോയി ബോംബിടുക? പിന്നുള്ളത് മിസൈൽ ഘടിപ്പിച്ച് വിടാവുന്നതാണ്. മിസൈൽ ശേഖരം തീർന്നാൽ എന്ത് ചെയ്യും? പിന്നുള്ളത് കരസൈന്യമാണ്. ഇസ്രായേലിന് കരസൈന്യം ആവശ്യത്തിന് ഇല്ല എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം അവരുടെ തന്നെ കരസേനാ മേധാവി പറഞ്ഞായിരുന്നു ഇവിടെ ഇല്ല. അതുകൊണ്ടാണ് അവര് മറ്റു രാജ്യങ്ങളിൽ ജൂതന്മാരുണ്ടെന്ന് പറഞ്ഞിട്ട് ചില ജനതകളെ നുണ പറഞ്ഞ് വിശ്വസിപ്പിച്ച് അവരെ കൊണ്ടുപോയിട്ട്
ഇസ്രായേലിൽ കൊണ്ട് കൂടിയിരുന്നത്. അത് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വേറെ ആരുമല്ല, ഇന്ത്യയിൽ നിന്ന് കുക്കികളെ കൊണ്ടുപോയി. ഈ കുക്കികൾ ആദിവാസികളാണ്. അവരെ കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളിൽ അവരെ ക്രിസ്ത്യാനികളായിട്ട് മതം മാറ്റി. ക്രിസ്ത്യാനികളായിട്ട് മതം മാറ്റിയപ്പെട്ട ആ വ്യക്തികളോട് ഒരു സുപ്രഭാതത്തിൽ ആരൊക്കെയോ ചില ചാരന്മാര് എന്ന് പറയുന്നത്, നിങ്ങൾ ക്രിസ്ത്യാനികളല്ല, നിങ്ങൾ ശരിക്കും ജൂതന്മാരാണ് കേട്ടോ, നഷ്ടപ്പെട്ട ജൂതഗോത്രമാണ്. ഇതും പറഞ്ഞ് അവർക്ക് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ട്രെയിനിങ് കൊടുത്തു. അങ്ങനെ ഒരു സൈനിക യൂണിറ്റിനെ അവിടെ സംഘടിപ്പിക്കുകയാണ്. ഇസ്രായേലിന് വെളിയിൽ ഇസ്രായേലിൽ ഒരു കൂലിപ്പട്ടാളത്തെ ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് അവര് ഇന്ത്യയുടെ സൈന്യമായിട്ട് യുദ്ധം ചെയ്യുന്നു. അപ്പൊ നല്ല എക്സ്പീരിയൻസ് ആകും. കാരണം ലോകത്തിലെ ഏറ്റവും മികച്ച സൈന്യം ഇന്ത്യയുടെ സൈന്യം. അതുമായിട്ട് യുദ്ധം ചെയ്യുന്നവന് കിട്ടുന്ന എക്സ്പീരിയൻസ് വേറെയാണ്. അങ്ങനെ ഒരു സമൂഹത്തെ ഉണ്ടാക്കിയിട്ട് അവരെ ഇസ്രായേലിന് വേണ്ടി ചാവാൻ വേണ്ടി ഒരു കൂലിപ്പട്ടാളമായിട്ട് കൊണ്ടുപോകണം. ഒറിജിനൽ ജൂതൻ വെള്ളത്തൊലിക്കാരൻ അവനൊന്നും പറ്റൂല, അവിടെ ഇരിക്കും. ഇവിടുന്ന് പോയ കൂലിക്കാർ ചത്തുപോകും. അത് ഇനി ഇവിടുത്തെ ക്രിസ്ത്യാനിയെ ജൂതനാക്കി കൊണ്ടായാലും വേറെ ഹിന്ദുക്കളെ ജൂതനാക്കി കൊണ്ടായാലും ഇതുപോലുള്ള മണിപ്പൂർ പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആദിവാസികൾക്കുണ്ടായാലും അതെല്ലാം തന്നെ ആ വെള്ളത്തുലിക്കാരന് വേണ്ടി ചാവാൻ വേണ്ടിയിട്ട് കുറെ പേരെ കൊണ്ടുപോകുന്നതാണ്. ശരിക്കും പറഞ്ഞാല് അവനൊരിക്കലും ഇസ്രായേലിന്റെ സുഖഭോഗങ്ങൾ അനുഭവിക്കാൻ പോകുന്നില്ല. പകരം ഹമാസുമായിട്ട് പോരാടാനും ഹിസ്ബുള്ളായിട്ട് പോരാടാനും ഒരു സമൂഹത്തെ കൊണ്ടുപോകുന്നു. അവരുടെ അനന്തര തലമുറകൾ അവിടെ ഇസ്രായേലിനോടുള്ള കൂറിൽ മതിമറന്ന് അവസാനം അവിടെ തന്നെ ചത്തു വീഴും. അത് മര്യാദയ്ക്ക് ഒരു വീട്ടിൽ കിടന്ന് സ്വന്തം കാലം ചെന്ന് വയസ്സായിട്ട് മരിക്കണ പോലെ ആയിരിക്കില്ല. പകരം കാലം ചെല്ലാതെ പടുമരണങ്ങളായിരിക്കും അവർക്കുണ്ടാവുന്നത്. ഇതിനുവേണ്ടി സമൂഹങ്ങൾ അവരെടുക്കുകയാണ്. എന്തുകൊണ്ട്? ഇസ്രായേലിന് പട്ടാളത്തിന് ശേഷിയില്ല, അംഗബലമില്ല, യുദ്ധം ചെയ്യാൻ ആളില്ല, യുദ്ധം ചെയ്യാനുള്ള വീര്യമില്ല. ഇന്ത്യക്കാരനെ പോലെ യുദ്ധം ചെയ്യാൻ വേറെ ആരുമില്ല ലോകത്ത്. ഒന്ന് ഓർത്തു നോക്കണം. മണിപ്പൂരിൽ ആദിവാസികൾ പോരാളി സമൂഹങ്ങളാണ്. നേപ്പാളിലെ ഗൂർഖകൾ പോരാളി സമൂഹങ്ങളാണ്. ഇന്ത്യയിലുള്ള മുഴുവൻ വാർ ട്രൈബും, ഇന്ത്യയിലുള്ള പ്രമുഖമായ ഓരോ ജാതി ഓരോ വാർ ട്രൈബാണ്. കേരളത്തിലെ നായർ, ഈഴവർ, തീർ ഉൾപ്പെടെ, വടക്കേന്ത്യയുള്ളവർ ഉൾപ്പെടെ, ഗൗണ്ടർ, അതുപോലെ വണ്ണിയർ, റെഡ്ഡി, കാപ്പു തുടങ്ങിയിട്ടുള്ള ആൾക്കാർ, ബണ്ടുകൾ, ഇങ്ങനെ ഓരോരോ സമൂഹങ്ങളും ദക്ഷിണേന്ത്യയിലും ഉത്തരേന്ത്യയിലായിട്ടുള്ള ഓരോന്നും ഓരോ വാർ ട്രൈബാണ്. ഇവർക്കെല്ലാം യുദ്ധവീര്യമാണുള്ളത്. എല്ലാവരും വാളെടുത്ത് പോരാടിയ ആൾക്കാരാണ്. അത്തരം രാജ്യങ്ങളിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ സമുദായത്തെ എടുത്തിട്ട് അവരെ ജൂതന്മാരാക്കി കൊണ്ടുപോകുന്നതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ യുദ്ധം ചെയ്യാൻ പറ്റിയ ആൾക്കാർ വേണം. ഇത്രയേ ഉള്ളൂ. അത്രയ്ക്കധികം ഹ്യൂമൻ റിസോഴ്സ് പോലും ഇല്ലാത്ത രാജ്യമാണ് ഇസ്രായേൽ. അതും നമ്മൾ ഈയിടെ കാണുവാണ്. ഇസ്രായേലിന്റെ പരമോന്നത സൈനിക മേധാവിക്ക് തുറന്നു പറയേണ്ടി വരുവാണ്, നമുക്ക് ആവശ്യത്തിന് സൈന്യമില്ല, നമ്മൾ തകരാൻ പോവാണ് എന്ന് നമ്മൾ വായിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. അവരുടെ എന്തൊക്കെ ദൗർബല്യങ്ങളാണ് ഈ സമയത്ത് വെളിവന്നത്. ദൗർബല്യങ്ങളെല്ലാം വെളിവന്ന് അവരാവശ്യപ്പെട്ട ഒരു ഡീല് അല്ലെങ്കിൽ ന്യൂക്ലിയർ മെറ്റീരിയൽ ഇവിടെ നിന്ന് മാറ്റാൻ പറ്റാതിരിക്കുക തുടങ്ങിയിട്ടുള്ള അവസ്ഥയെ കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കേണ്ടി വന്നാൽ അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ധാർമ്മിക പരാജയം മാത്രമല്ല, രാഷ്ട്രീയ പരാജയവും സൈനിക പരാജയവും കൂടെ അമേരിക്കയും ഇസ്രായേലും കൂടി ഏറ്റുവാങ്ങിയിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ശരി, നന്ദി സാർ. താങ്ക് യു. ഓക്കെ, താങ്ക് യു.